എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു ക്രിക്കറ്റ് വിശകലനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നലത്തെ അവിസ്മരണീയ വിജയത്തെക്കുറിച്ചും അതിനുശേഷം വാൻഖഡയിൽ അരങ്ങേറിയ ഒരു വലിയ വിവാദത്തെക്കുറിച്ചുമാണ്. നിത അംബാനിയും ഇഷാൻ കിഷനും തമ്മിൽ എന്താണ് സംഭവിച്ചത്, ജസ്പ്രീത് ബുംറ എന്ത് ചെയ്തു, ഇഷാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്താണ്, ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. IPL 2025 വാൻഖഡെ സ്റ്റേഡിയത്തിൽ നടന്ന ത്രില്ലിംഗ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് മുംബൈയുടെ മിന്നുന്ന ബൌളിംഗിന് മുന്നിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് മാത്രം നേടി. അഭിഷേക് ശർമ്മ 40 റൺസുമായി തിളങ്ങി. പക്ഷേ മുംബൈയുടെ വിൽ ജാക്ക് 2 വിക്കറ്റുകൾ വീഴ്ത്തി ഹൈദരാബാദിനെ തളച്ചു. 163 റൺസ് പിന്തുടർന്ന മുംബൈക്ക് രോഹിത് ശർമ്മ 26 റൺസുമായി മികച്ച തുടക്കം നൽകി. റിക്കിൾട്ടൺ 31 റൺസ് കൂട്ടിച്ചേർത്തു. പക്ഷേ വിൽജാഗും സൂര്യകുമാർ യാദവും ചേർന്ന് മത്സരത്തെ മാറ്റിമറിച്ചു. അവസാന ഓവറുകളിൽ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് മുംബൈയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചു. വാൻഖഡെ ആവേശത്തിന്റെ കടലായി. പക്ഷേ മത്സരം കഴിഞ്ഞപ്പോൾ വാൻഖഡയിൽ ഒരു വലിയ നാടകീയത അരങ്ങേറി. മുംബൈയുടെ ഉടമ നിത അംബാനി ഇഷാൻ കിഷനെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ടായി. നിത അംബാനി ഇഷാനെ അടിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പടർന്നു. ഈ വിവാദം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. എന്നാൽ സത്യം ഇഷാൻ കിഷൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു, എനിക്കിന്ന് 2 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. എന്റെ മോശം പ്രകടനത്തിൽ ഞാൻ നിരാശനായിരുന്നു. കണ്ണീർ അടക്കാൻ പറ്റാതെ ഞാൻ തളർന്നു. പക്ഷേ നിത മാഡം എന്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ചു. എന്റെ മനോവീര്യം വർദ്ധിപ്പിച്ച് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ഇതിനെ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചു. പക്ഷേ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ആളുകൾ, ഇഷാൻ പറഞ്ഞു. അതിനുശേഷം ജസ്പ്രീത് ബുംറ ഇഷാനെ സമാധാനിപ്പിച്ചു. തോളിൽ കൈവച്ച് ഒരുപാട് സംസാരിച്ച് ഇഷാന്റെ ആത്മവിശ്വാസം തിരികെ നൽകി. ഇഷാൻ പറഞ്ഞു, മുംബൈ ഇന്ത്യൻസ് എന്റെ പ്രിയപ്പെട്ട ടീമാണ്. ഹാർദിക് ഭായിയും എന്നെ പിന്തുണച്ചു. വീണ്ടും മുംബൈക്ക് വേണ്ടി കളിക്കാൻ അവസരം ലഭിച്ചാൽ ഞാൻ തയ്യാർ ആണ്. ഈ വൈകാരിക നിമിഷം ആരാധകരുടെ മനസ്സ് കീഴടക്കി. നിത അംബാനിയുടെ പിന്തുണയും ടീമിന്റെ ഒത്തൊരുമയും മുംബൈയുടെ ശക്തിയാണ്. ഹൈദരാബാദ് ഉടമ കാവ്യമാരൻ നിരാശയോടെ മടങ്ങിയപ്പോൾ മുംബൈ ക്യാമ്പിൽ ആഘോഷം തിമിർത്തു. കാത്തിരിക്കാം വരും മത്സരങ്ങൾക്കായി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ IPL ട്രോഫി ആര് നേടും? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെ കൂടുതൽ തകർപ്പൻ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.